ഡെയ്സി മോളെ, എങ്ങോട്ടാ പോണേ? വീണ്ടും ഒളിച്ചോടാനാ ഭാവല്ലേ? നിന്നെ വെളിയിലോട്ട് ഇറക്കരുതെന്ന് പറഞ്ഞിട്ടാ നിന്റെ തള്ള മൂശേട്ടമേരി പോയത്. മോള് കരയണ്ട. സ്നേഹത്തിന്റെ വില എന്താണെന്ന് ഈ വല്യമ്മച്ചിക്ക് ശരിക്കും അറിയാം. പണ്ട് നിന്റെ വല്യപ്പച്ചൻ പായ്ക്കകത്ത് ചുരുട്ടിയാ എന്നെ വീട്ടിൽ നിന്ന് കടത്തിയത്. അടുക്കളക്കാരി കാണുന്നതിന് മുമ്പ് പോയിക്കോ. ഭഗവാനെ കാത്തോളനെ. സംഭവം ചളാവോടെ വെച്ചോട്ടാ. ഞാനില്ലേ കൂടെ? അതന്നെ എന്റെ പേടി. അവരെല്ലാരും കൂടി അപ്പനെ ഒരുപാട് അടിച്ചുല്ലേ? ഇനിയും കൂടുതൽ അടികിട്ടാണ്ടിരിക്കാനാ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ പ്രേമത്തെ സാക്രിഫൈസ് ചെയ്തതിന്റെ അവസ്ഥ കണ്ടില്ലേ? അയ്യോ പാവം. കണ്ടില്ലേ, ഡെയ്സിയുടെ മനസ്സലിഞ്ഞു. അപ്പൊ ഞാൻ കൊണ്ട് അടിയുടെ മുഴുവൻ കഥ പറഞ്ഞെങ്കിലോ? വാ, നമുക്ക് അകത്തിയെന്തിരുന്ന് സംസാരിക്കാം. നിന്റെ ഒരു കഥ പറച്ചില് ഉള്ള നേരത്തെ വാ പോ. വല്യപ്പച്ചൻ നമുക്ക് ഓടിയാലോ? നേരെയാ. പോലീസ് എസ്കോർട്ടോടുകൂടിയാ വരുന്നത്. തൂക്കെടുത്ത് അകത്താക്കും. നിങ്ങൾ അകത്ത് ഒളിച്ചിരുന്നോ? ബാഗ് ആന്റപ്പനുണ്ടോ മോളെയാത്ത്? ഇല്ല, വന്നില്ല. എന്നാ അമ്മച്ചിയെ വിളി. അവരെല്ലാം ഷോപ്പിങ്ങിന് പോയി. നിന്നെ തനിച്ചാക്കി ഇങ്ങനെ പോകലെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. നീ എന്തിനാ മോളെ ഞങ്ങൾക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടാക്കുന്നത്? നമ്മൾ ആറ്റുവാക്കാരെ കുടുംബമായുമോ നിനക്ക് അറിയാവുന്നതല്ലേ? ആ പോട്ടെ പോട്ടെ, എല്ലാം ശരിയാവും. വന്നേ വലിപ്പിച്ചിക്ക് ഭയങ്കര വിശപ്പ്. വാ 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 വാ. ആ വേലക്കാരിപ്പിന് ഇവിടെ ഇല്ലേ? കല്യാണിയെ പോലീസുകാരൊന്നും കഴിച്ചു കാണാം. അടിയിലേക്ക് ഇറക്കോ. കല്യാണിയെ ഇരിക്കും. ഇരിക്കും മക്കളെ. ഇടി കല്യാണിയെ ഇവിടെ എന്നെ എടുത്തിരിക്കാം. അവിടെ വീട് വാടി വേണേ. എന്താ സാറേ? എന്നാ ഉണ്ടടി കഴിക്കാൻ? അപ്പം ഉണ്ട്, പിന്നെ കടലക്കറിയും ഉണ്ട്. അപ്പം എങ്കിൽ അപ്പം രണ്ടെണ്ണം എടുക്ക. രാവിലെ ഉണ്ടാക്കിയതാണെങ്കിൽ ചീത്തയിട്ടുണ്ടാവില്ല. കല്യാണിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതല്ലേ? കേട്ടോ കല്യാണി, കഴിഞ്ഞ മാസം ഞങ്ങൾ കിഡ്നി ചികിത്സയ്ക്ക് വേണ്ടിട്ട് അമേരിക്കയ്ക്ക് പോയില്ലേ? അവിടെ ചെന്ന് ചിക്കൻ സൂപ്പ് കഴിക്കുമ്പോഴും മിനിസ്റ്റർ പറയുന്നത് കല്യാണിയുടെ അപ്പത്തെ കുറിച്ചാ. കടലക്കറി എങ്ങനെ ഉണ്ടാച്ചായ? നല്ല രുചി. നീയായിരുന്നു പോക്കത്തിനെ കാണിക്കുന്നു. അയ്യോ ആരുടെ കണ്ടി മുളക് തേച്ചത്? പോലീസ് പിടിക്കവരെ, പോലീസ്. ആള് നല്ല ചൂടില്ല. സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അഥവാ അറിഞ്ഞില്ലേ നീ കയറി എഴുന്നള്ളിക്കാൻ നിൽക്കുന്നു വേണ്ട.
എന്ത് ചെറ്റത്തരമാടാ നീ കാണിച്ച നോയിന്റെ മക്കളെ. എന്തിനാണ് ആറ്റു അന്നോട് വീട്ടിൽ പോയത്? നമുക്കിറങ്ങിപ്പോടാം. ചോദിച്ച കേട്ടില്ലേ എന്തിനാ ആറ്റുവാക്കാരെ വീട്ടിലേക്ക് കെട്ടിയെടുത്തെന്നു? കാട്ടാന കരിമ്പും കാട്ടി കയറിയ പോലെ ആയിരുന്നല്ലോടാ പ്രകടനം. എടാ, ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പെണ്ണുങ്ങളെ പൊക്കിക്കൊണ്ട് പോകുന്നതേ ആണത്തമല്ല. നീ എന്ത് പോക്കരത്തിനും കാണിച്ചാലും രക്ഷപ്പെടുത്താൻ ഞാനൊരു കോന്തലുണ്ടല്ലോ. ആ ഹുങ്കല്ലടാ കൊച്ചു. അയ്യോ, കൊച്ചുകുട്ടനല്ല, എല്ലാം ഇവനാ ചെയ്തത്. നീ മിണ്ടി പോകും. അവര് നമ്മളെ പറഞ്ഞു പറ്റിക്കായിരുന്നില്ല സാറേ. അതുകൊണ്ട് നീ എന്നും ചെയ്തോളൂ അല്ലേ? അതിക്രമിച്ച് വീട്ടിൽ കയറുക, പെണ്ണിനെ തട്ടിക്കൊണ്ടു പോരാൻ ശ്രമിക്കുക, സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിയെ ഉപദ്രവിക്കുക, കടലച്ചാറ് കണ്ണിക്കൂരി ഒഴിക്കുക. കേസ് ചാർജ് ഏതൊക്കെ വകുപ്പിലാണ് നീ അകത്താവുന്നറിയോ? പിന്നെ ഞാനല്ല ദൈവം തമ്മിൽ വിചാരിച്ചാലും നിന്നെ ഊരിക്കൊണ്ട് വരാൻ പറ്റില്ല. ഇതിലും ഭേദം അത് തന്നെയാ. അതേടാ, ഇപ്പൊ എനിക്കും അതന്നെ തോന്നുന്നേ. നിന്നെ പൊക്കി ആമത്തിലിടാൻ ആ അഡീഷണൽ DGP സംഘം ഇറങ്ങി പുറപ്പെട്ടതാ. അവരുടെ കൈ നിന്നെ കിട്ടിയ നീ ബോക്കി ഉണ്ടാവുന്നത് കൊള്ള പന്നി. ചെയ്യാൻ ഞാൻ ആ പെണ്ണുകാരെ ചത്തുകളെന്ന് പറഞ്ഞുകൊണ്ടാ, അല്ല നിന്റെ മോന്ത കണ്ടിട്ടൊന്നുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ബലത്തിലാണ് നിന്റെ ഈ തോന്നിയ സക്കളിയെങ്കിലേ ഇനി മുതൽ അത് വേണ്ട. കമ്മീഷൻ തൊപ്പി നമ്മൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്യണ്ട, അത് ഞാൻ തന്നെ ചുമന്നോളാം. നീ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് മുഴുവൻ മേലാഫീസർമാരുടെ മീശുരുട്ടിന് മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യടാം. രാഷ്ട്രീയത്തിലെ രോമാഞ്ചവും പ്രതീക്ഷയുമായ ഒരു മണ്ഡലം പ്രസിഡന്റിനെ കൊണ്ടാണ് ഈ ചുമടെടുപ്പിക്കണമെന്ന് ഓർക്കണം. പറഞ്ഞിട്ട് എന്താ കാര്യം? ആണിച്ചായ ഒരു കൈ ഒന്ന് താങ്ങി. ഇന്ന് ചുമടെടുക്കുന്നവനാണോ നാളെ ചുക്കാൻ പിടിക്കുന്നത്? അന്ന് തനിക്കും വരാലോ. ഓ, നമ്മളൊക്കെ മന്ത്രിയാകുമ്പോഴേക്കും ആ തെഹൽക്ക ഇങ്ങ് കേരളത്തിൽ ഒത്തും. അതെന്താണോ? ഓ, ഈ കൗബീനത്തിനകത്ത് വരെ ഒളിച്ചിരുന്ന് ക്യാമറ പിടിക്കുന്ന പണിയില്ലേ, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഈ സൂട്ട് കേസുമായി വന്ന അബ്കാരി മുതലാളിമാരിൽ ഒരുത്തന്റെ പാന്റിന്റെ മുൻവശം കുറച്ച് കൂടുതൽ വീർത്തിരിപ്പുണ്ടായിരുന്നു എന്നൊരു സംശയം. തെഹൽക്കാരോടൊപ്പം പറ്റ വല്ലതാണെന്ന് ആർക്കറിയാം. ചുമ്മാ പേടിപ്പിക്കാനോ കോപ്പേ? ക്യാമറ എവിടെ വേണമെങ്കിലും ഒളിപ്പിക്കാലോ. അബ്കാരിമാർ അന്തലാരിയൊന്നും കാണിക്കത്തില്ല. ആന്റപ്പോ 150 കോടിയുടെ സഹായമാണ് ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നത്. റവന്യൂ റിക്കവറി ആയ കിസ്തു കുടിശ്ശേരിക്ക് ഒരാൾ കേരള സ്റ്റേ നമ്മളെ കൊണ്ട് ആകാവുന്നൊരു കൊച്ചു സഹായം. നീ വെട്ടി കൊണ്ടുപോയി സ്റ്റോറി വെക്ക്. പിന്നെ 2 രൂപ ഉണ്ട്. പിന്നെ എങ്ങനെയാ സർക്കാരിന് ശമ്പളം കൊടുക്കാൻ കാശുണ്ടാവുന്നത്? സാമൻ എന്ത് പറ്റി? എടോ, എന്ത് പറ്റിയെന്ന്? ഈശ്വര, കണ്ടങ്ങിരിക്കും ജനങ്ങളെ മുഴുവട്ടനാക്കി മാറ്റുന്നതും നേരെ ഒരുപാടായി, ഇതുവരെ റെഡിയായില്ലേ? സാറേ, എന്താണ് മുഖം വല്ലാതിരിക്കുന്നത്? സുഖയില്ലേ? കർത്താവേ, പുറത്ത് സാമിനും പട്ട്, അകത്ത് സാറിനും പട്ട്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? അയ്യോ സാറേ, നമുക്ക് ആശുപത്രി, നമുക്ക് ആഫീസിൽ പോണ്ടേ? ഞാനൊന്നും വരുന്നില്ല, നീ വയ്ക്കോ. എന്തു പറ്റി? കാരണം ഞാൻ നിന്നെ ബോധിപ്പിക്കണോ? നീ ആരാ എന്റെ മേലധികാരിയോ? ഞാൻ ചായ എടുത്തിട്ട് വരാം. സോറി. അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം? നിങ്ങൾ രാത്രിയിൽ വേണ്ടാതിനൊക്കെ കാണിച്ചിട്ട് പാവം പത്രത്തിന് എന്തിനാ രാവിലെ ചായ പുഴുകിയത്? സോറി, ഞാൻ കണ്ടില്ല. കാണൂല, ആരും ഈ പത്രത്തിനെ കാണൂല. പത്രത്തിൽ വെറും പാറയല്ലേ, ആർക്ക് വേണമെങ്കിലും എപ്പോഴെങ്കിലും കയറി പള്ളി പണിയാലോ. സെൻട്രി സാമൻ ചിരിച്ചതിന്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാ പിടികിട്ടിയത്. ഇന്നലെ രാത്രി സാറിന്റെ ചരിത്രം നഷ്ടപ്പെട്ടു അല്ലേ? മതി, രാവിലെ ഞാൻ ഊഹിച്ചെടുത്ത് പൂരിപ്പിച്ചോളാം. ചായ കുടിക്കണ്ടേ? ഞാൻ ഇട്ടോണ്ട് വരാം. എന്തിനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എന്നോട് ദേഷ്യാണോ? ഞാൻ എന്ത് പണിയാ ഇന്നലെ കാണിച്ചത്? നീ എന്തൊക്കെ പുകിലാണോ ഉണ്ടാകാൻ പോകുന്നു? ഒന്നാമതേ ഏമാർക്ക് ഒന്നിനും എന്നെ കണ്ടെടുത്താ കണ്ടുകൂടാ. ഇനി മുഖ്യമന്ത്രിയുടെ മോളെ രാത്രി കൂടെ താമസിപ്പിച്ചു എന്ന് കൂടെ അറിഞ്ഞാ അതൊക്കെ പോട്ടെ, തന്റെ അച്ഛന്റെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. അതിന് ഞാൻ ഇവിടെയാണെന്ന് അച്ഛനെ അറിയില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഫ്രണ്ട് രാധയുടെ വീട്ടിലാണ്, രാവിലെ എത്തുള്ളൂന്ന്. ഇന്നലെ രാത്രിയിലെ കോലം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അത് കണ്ടപ്പോ ഇട്ടിട്ട് പോവാനും തോന്നിയില്ല. അത് വെള്ളം ഒഴിച്ചാ പിന്നെ എന്റെ കോലം അങ്ങനെയൊക്കെ തന്നെയാ. ഇതിലൊക്കെ താൻ എന്തിനാ ഇടപെടുന്നത്? അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്നോട് ഒട്ടും സ്നേഹം തോന്നുന്നില്ല അല്ലേ? എടോ, തന്നെ പോലൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനല്ല ഞാൻ. എന്നെ പറ്റി മീരയ്ക്ക് വല്ലതും അറിയോ? എനിക്കൊന്നും അറിയണ്ട. എനിക്ക് ഈ രാക്ഷസിനെ ഒത്തിരി ഇഷ്ടം.
അതുകൊണ്ട് തന്നെ മറ്റൊന്നും എനിക്കറിയണ്ട. അല്ല, മീരെ അറിയണം.